തന്റെ അനിയനെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ഒരു കത്തുമായി വന്ന ചേട്ടനും അമ്മൂമ്മയും. പക്ഷേ അവർ അവനെ വിട്ടയച്ചില്ല. ആ ടൈമായിരുന്നു ജപ്പാൻ സൈനികർ മദ്രാസിൽ ബോംബിട്ടെന്ന ന്യൂസ് കേട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരെല്ലാം ഓടാൻ ആരംഭിച്ചു. ആ സമയം അവൻ സൈനികർ കാണാതെ പുറത്തു വരുന്നു. അവർക്കൊരു തോണി ഉണ്ടായിരുന്നു. അതിൽ കയറി രക്ഷപ്പെടാനായിരുന്നു പ്ലാൻ. അവന് നടക്കാൻ ഇത്തിരി പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ചേട്ടൻ ആദ്യം പോയി തോണിയൊക്കെ സെറ്റാക്കി വെച്ചു. ഇവർ പോകുന്നത് അറിഞ്ഞതുകൊണ്ട് കുറച്ചു പേർ അതിൽ കയറുന്നു. അവന്റെ അനിയനും അതിലുണ്ടെന്ന് കരുതി അവൻ തോണി എടുക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ അനിയൻ അതിലില്ല എന്ന് മനസ്സിലാക്കി അവൻ തോണി തിരിച്ചെങ്കിലും അവനെ ബ്രിട്ടീഷുകാർ പിടിച്ചിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവനെ അവിടെയാക്കി അവർ പോകുന്നു. അങ്ങനെ അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് അടുത്ത കരയിലേക്ക് തുഴഞ്ഞു. പോകുന്ന വഴിക്ക് വെച്ചായിരുന്നു ഒരു ബോട്ട് കത്തിയത് ഇവർ കാണുന്നത്. അവിടെ നിന്നും ഒരു സായിപ്പ് ഈ തോണിയിലേക്ക് വലിഞ്ഞു കയറി. അതിനിടയിൽ ജപ്പാന്റെ ബോട്ട് ആ വഴിക്ക് വരുന്നത് കണ്ട സായിപ്പ് ജപ്പാന്റെ കൊടി ഉപയോഗിച്ച് അവരെ തിരിച്ചുവിടുന്നു. അല്ലെങ്കിൽ അവരെയൊക്കെ കൊന്നു കളയുമായിരുന്നു അവർ. കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളത്തിനും ഭക്ഷണത്തിനും ക്ഷാമം ആരംഭിച്ചു. അതുപോലെ ആ തോണിയിൽ ഇത്ര ആളുകൾ സഞ്ചരിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തോണി പൊട്ടി അകത്തേക്ക് വെള്ളം കയറാൻ ആരംഭിച്ചു. അതിനിടയിൽ മഴയും കാറ്റും വരുന്നത് കൊണ്ട് തോണി മറിയാതിരിക്കാൻ വേണ്ടി കെട്ടിയിടുന്നു. അതുപോലെ ആ തോണി ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അതിലെ 2-3 പേർ വെള്ളത്തിൽ ചാടണമായിരുന്നു. അതിനുവേണ്ടി ഈ വയസ്സൻ സായിപ്പിന്റെ തോക്ക് കൈക്കലാക്കുന്നു. ശേഷം അവനെ വെടിവെക്കുന്നു. ആദ്യം അവനെ കൊല്ലാനായിരുന്നു പ്ലാൻ. പക്ഷേ അതിനു മുമ്പ് സായിപ്പ് പലതും പറഞ്ഞുണ്ടാക്കിയത് കൊണ്ട് അതിലെ ചിലർ ആ വയസ്സനെ കൊല്ലുന്നു. യാത്ര തുടങ്ങണമെങ്കിൽ അതിലെ 2 പേർ കൂടി മരിക്കണമായിരുന്നു. അങ്ങനെ സായിപ്പും കൂട്ടരും കുമാരനെയും അവന്റെ അമ്മൂമ്മയെയും ഉറക്കത്ത് കൊല്ലാൻ പ്ലാൻ ഇടുന്നു. അതിനു മുമ്പ് അവൻ ഞെട്ടിയണീക്കുന്നു. അപ്പോഴേക്ക് അവന്റെ മുത്തശ്ശി കടലിൽ ചാടുകയും ശേഷം കുമാരനോട് ചാടി നീന്താൻ പറയുന്നു. മത്സ്യം പിടിക്കുന്നവരായതുകൊണ്ട് കടൽ അവരെ രക്ഷിക്കുമെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ തോണി തുഴഞ്ഞ് രക്ഷപ്പെടുന്നു. അതുപോലെ കുമാരനും അവന്റെ അമ്മൂമ്മയും മരിച്ചെന്നായിരുന്നു ഇവർ വിചാരിച്ചത്. പക്ഷേ അവരും നീന്തി രക്ഷപ്പെട്ടിരുന്നു.